നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. ഇന്ന് ഞാനവിടെ സംസാരിക്കാൻ പോകുന്ന പുതിയ ഹോളിവുഡ് സിനിമയായ വിക്കഡ് എന്ന സിനിമയെ കുറിച്ചാണ്. ഈ സിനിമയെക്കുറിച്ച് പ്രത്യേകിച്ച് ഞാനൊന്നും നോക്കാതെയാണ് ഈ സിനിമ കാണാൻ പോയത്. ഞാൻ സിനിമയുടെ ഇത് 3D ആണെന്ന് മാത്രമേ ഞാൻ നോക്കിയതുള്ളൂ. ഓൾറെഡി നിങ്ങൾക്കറിയാം 3D സിനിമകളൊന്നും അങ്ങനെ തിയേറ്ററിൽ ഞാൻ മിസ് ചെയ്യാറില്ല. അപ്പോൾ 3D സിനിമ ലിസ്റ്റ് ചെയ്തു, അതും PVR PXL സ്ക്രീനിൽ തന്നെ ലിസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ അപ്പം തന്നെ ബുക്ക് ചെയ്തു. കാരണം എനിക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരുന്നു, ഈ പടത്തിന് ഭയങ്കര ആളൊന്നും കാണില്ല. അപ്പോൾ ഇത് ചിലപ്പോൾ ഇന്ന് ഒരു ദിവസത്തേക്ക് ചിലപ്പോൾ PXL ഇത്രയും ഷോസാണ്, ചിലപ്പോൾ അടുത്ത ദിവസം മുതൽ ഒറ്റ ഷോയും കാണില്ല. അറ്റ്ലീസ്റ്റ് ഇന്ന് 2 ഷോ എങ്കിലും ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച. അപ്പോൾ ഞാൻ എന്തായാലും ആദ്യത്തെ ഷോയ്ക്ക് അങ്ങ് ബുക്ക് ചെയ്തു. ഈ സിനിമ എങ്ങനെയാണെന്നോ എന്താണെന്നോ അറിയില്ല. വിക്കടെന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ഒരു ട്രെയിലർ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ട്രെയിലറിൽ മനസ്സിലായി ഇത് ഏതോ റീടെല്ലിംഗ് ഓഫ് എ ഫെയർടെൽ സ്റ്റോറിയാണെന്ന് അറിയാം. ആക്ച്വലി ഞാൻ ഡിസ്നിയുടെ സിനിമയാണെന്നൊക്കെയാണ് വിചാരിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഡിസ്നിയുടെ സിനിമയാണെന്നായിരുന്നു. ആക്ച്വലി അല്ല, ഇതൊരു യൂണിവേഴ്സൽ പിക്ചേഴ്സിൻ്റെ സിനിമയാണ്. മാത്രമല്ല ഇത് ഒരു ഇത് 2 മണിക്കൂർ 40 മിനിറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടോട്ട് ശ്രദ്ധിച്ചത് ഇത്രയും വലിയ സിനിമയാണെന്നൊക്കെ. കാരണം ഇങ്ങനത്തെ സിനിമകളൊക്കെ പൊതുവേ 2 മണിക്കൂറിന് താഴെ ആയിരിക്കും ഉണ്ടാവുക. ഇത് സർപ്രൈസിംഗ്ലി 2 മണിക്കൂർ 40 മിനിറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പോകുന്നതിന് തൊട്ട് മുമ്പാണ് ഞാൻ മനസ്സിലായത് ഈ സിനിമ ആക്ച്വലി മ്യൂസിക്കൽ കൂടിയാണെന്നാണ്. അത് ട്വിറ്ററിലുള്ള ഉബേസ് എന്ന് പറഞ്ഞ അക്കൗണ്ട് നോക്കിയപ്പോഴാണ് കണ്ടത്. അവൻ കണ്ടിട്ട് റിവ്യൂ ഇട്ടപ്പോഴാണ് അതിൽ മ്യൂസിക്കലാണെന്ന് കണ്ടത്. പേഴ്സണലി എനിക്ക് മ്യൂസിക്കൽ എന്ന് പറഞ്ഞ ഫോർമാറ്റിനോട് ഒട്ടും താല്പര്യമില്ല. ഈ ഹോളിവുഡിൽ എനിക്കൊരു സിനിമ ഇഷ്ടമല്ല മ്യൂസിക്കലായിട്ടുള്ള സിനിമകൾ. വളരെ റെയറായിട്ട് ഞാൻ ഓക്കെ ആവുള്ളൂ ഈ മ്യൂസിക്കൽ എന്ന് പറഞ്ഞ ഫോർമാറ്റിൽ. അപ്പോൾ എല്ലാ രീതിയിലും സത്യം പറഞ്ഞാൽ ഇത് 3D ആണെന്ന് ഒഴിച്ചുള്ള ബാക്കി എല്ലാത്തിലും ഒരു നെഗറ്റീവ് ഫീലിംഗുമായിട്ടാണ് ഞാൻ സിനിമ കാണാൻ പോയത്. PXL നല്ല രീതിയിൽ 3D കാണാൻ പറ്റും എന്നുള്ള ഒറ്റ പ്രതീക്ഷ മാത്രമാണ് എനിക്ക് സിനിമയിൽ ആദ്യം മുതലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ സിനിമ എന്താ പറയുക, വിസാർഡ് ഓഫ് ഓസ് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ആ വേൾഡിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ഈ ഗ്രീൻ ആയിട്ടുള്ള വിച്ച് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഹൗ ഷീ ബിക്കം ദ ആൻറ്റഗണിസ്റ്റ് ഫോർ ഓസ്, അങ്ങനെ അതിനെക്കുറിച്ചുള്ള അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറിയാണ് ഈ സിനിമ പറയുന്നത്. അതാണ് എൻ്റെ ബേസിക് പ്ലോട്ട്. ഫുൾ ഓഫ് മാജിക്ക്, അനിമൽസ്, സംസാരിക്കുന്ന അനിമൽസ്, അങ്ങനെ ഒരു മാജിക്കൽ വേൾഡിലാണ് ഈ സിനിമ കംപ്ലീറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്ട്രൈറ്റ് ഔട്ട് ഞാൻ പറയുകയാണ്, എനിക്ക് സിനിമ നല്ലോണം വർക്കായി. ഭയങ്കര ഗംഭീര സിനിമ എന്നുള്ള അഭിപ്രായം എന്നില്ലെങ്കിലും എനിക്ക് ആക്ച്വലി പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക്കൽ ആയിട്ടുള്ള സിനിമയാണ്. ഇതിന് മുമ്പ് എനിക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക്കൽ അലാദീൻ ആയിരുന്നു. അതായത് എനിക്ക് ഫാൻറ്റസി വേൾഡിലുള്ള മ്യൂസിക്കൽസ് വർക്കാവുന്നതാണ് ഇതും കൂടി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. ഈ സിനിമയിലെ എടുത്തു പറയേണ്ടതിലത്തെ ആക്ടിങ് രണ്ടുപേരുടെയും അല്ലെങ്കിൽ എല്ലാവരുടെയും ഭയങ്കര നല്ലതായിരുന്നു. രണ്ടുപേരും നന്നായിട്ട് ചെയ്തു. ആക്ച്വലി ഇതിൻ്റെ ചില ഇമോഷണൽ സീൻസും ആക്ച്വലി എനിക്ക് വർക്കായി എന്നുള്ളതാണ് സത്യം. പിന്നെ മാത്രമല്ല ഇതിൻ്റെ മ്യൂസിക്, അതായത് ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു എക്സ്പേർട്ട് ഒന്നുമല്ല മ്യൂസിക്കൽസിൻ്റെ കാര്യത്തിൽ. എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ലാത്തൊരു ജീവനാണ്. എല്ലാ സോങ്സും കിടിലനാണെന്നുള്ള അഭിപ്രായം തന്നെ, ചില സോങ്സ് കിടിലനായിട്ട് തോന്നി. പിന്നെ സിനിമയുടെ വർക്ക് ഭയങ്കര അടിയിലാണ്, നല്ല VFX ആയിരുന്നു സിനിമയുടെ. പിന്നെ മാത്രമല്ല ഇതിൻ്റെ എൻഡിങ്ങിലെ ക്ലൈമാക്സിൽ കാണിച്ച സീക്വൻസുകളും അല്ലാതെയുള്ള സീക്വൻസുകളൊക്കെ ഭയങ്കര ഗംഭീരമായിരുന്നു, നല്ല രസമായിരുന്നു. ഇതിൻ്റെ സെറ്റുകളൊക്കെ സൂപ്പറായിരുന്നു. എനിക്ക് പേഴ്സണലി എല്ലാ രീതിയിലും ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് ലെങ്ത് അപ്പോഴൊരു പ്രശ്നമായിട്ടാണ് തോന്നിയത്. ഈ സിനിമ അവസാനമൊക്കെ ആയപ്പോൾ വല്ലാണ്ട് വലിച്ച് നീട്ടുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു. കാരണം ഒരു 10-15 മിനിറ്റെങ്കിലും കുറയ്ക്കാവുന്ന രീതിയിൽ അവർക്ക് ചെയ്യാമായിരുന്നു. ചില സോങ്സ് അവോയ്ഡബിൾ ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ചൊക്കെ. പക്ഷേ ദാറ്റ്സ് ഒരു ചെറിയ നെഗറ്റീവാണ്, അത്രേ ഉള്ളൂ. സിനിമ തിയേറ്ററിൽ നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയ സിനിമയാണ്. എനിക്ക് എന്തായാലും എൻജോയ്മെൻ്റ് ആയിട്ട് തോന്നി. വളരെ കുറച്ച് ആൾക്കാർ സിനിമ കാണാൻ ഉണ്ടായുള്ളൂ. പിന്നെ 3Dയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി നല്ല 3D ആണ്. ഈ സിനിമയുടെ നല്ല 3D ആയിരുന്നു. അത് നല്ല രീതിയിൽ ഡെപ്ത്, ഭയങ്കര നാച്ചുറലായിട്ടുള്ള 3D ഡെപ്ത് ഫീൽ ചെയ്യുന്ന സിനിമയാണ്. ഔട്ട് ഓഫ് സ്ക്രീനായിട്ട് സാധനങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇതൊരു ഭയങ്കര വലിയ കൊണാൻഡ്രമാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഹോളിവുഡ് സിനിമകൾ കൂടുതൽ ഔട്ട് ഓഫ് സ്ക്രീൻ ഒബ്ജക്ട്സ് വരുന്നത് വളരെയേറെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മലയാളത്തിലും അല്ലെങ്കിൽ റീജിയനിലായിട്ട് വരുന്ന സിനിമകൾ ഔട്ട് ഓഫ് സ്ക്രീൻ 3Dക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആക്ച്വലി രണ്ടും കൂടി കറക്റ്റായിട്ട് കമ്പൈൻ ചെയ്ത് ബാലൻസ് ചെയ്ത് വരുമ്പോഴാണ് 3D ഒരു ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആവുന്നുള്ള അഭിപ്രായമുള്ള ആളാണ് ഞാൻ. എനിക്ക് ഡെസ്പിക്കബിൾ മീ 4 ആണ് ഞാൻ ഇപ്പോഴും പറയുകയാണെങ്കിൽ എനിക്കൊരു ബെഞ്ച് മാർക്ക് സത്യം ഞാൻ 3Dക്ക്. പക്ഷേ ഇത് രണ്ടിൻ്റെ ഇടയിലാണ് ശരിക്കും വരേണ്ടത്. അതിന് ഡെസ്പിക്കബിൾ മീ ഓൾമോസ്റ്റ് പെർഫെക്റ്റിലാണ് നടക്കുന്നത്. അത് നല്ല രീതിയിലുള്ള നാച്ചുറൽ ഡെപ്തും ഉണ്ട്. അന്ന് ഔട്ട് ഓഫ് സ്ക്രീൻ വരേണ്ട സാധനങ്ങൾ കൃത്യമായി ഔട്ട് ഓഫ് സ്ക്രീനിലേക്ക് വരികയും ചെയ്തു. നമ്മുടെ ഈ രണ്ട് രീതിയിൽ ചെയ്യുന്ന ഡെപ്തിന് പ്രശ്നം വെച്ചാൽ ചിലർക്ക് ഈ ഹോളിവുഡിൽ കാണിക്കുന്ന ഡെപ്ത് പോരാന്ന് തോന്നാറുണ്ട്. എനിക്ക് പേഴ്സണൽ അങ്ങനെയില്ല. എനിക്കത് സിനിമയിൽ ഇൻവോൾവ് ആവാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. എനിക്കത് ഇഷ്ടമാണ് ആക്ച്വലി. അതുകൊണ്ട് 3D എനിക്ക് വർക്കായി. പക്ഷേ ഔട്ട് ഓഫ് സ്ക്രീനായിട്ട് സാധനങ്ങൾ ഭയങ്കരമായിട്ട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളിപ്പോൾ ഒരു ARM കണ്ടിട്ടുണ്ട്, അതിലൊക്കെ ഔട്ട് ഓഫ് സ്ക്രീൻ ഒബ്ജക്ട്സ് വരുന്ന സീക്വൻസുകളും നല്ലോണം ഔട്ട് സ്ക്രീൻ, അതൊന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് ഇതിൻ്റെ 3D കാണാൻ പോരുത്. ഇത് അങ്ങനത്തെ സ്റ്റൈൽ 3D അല്ല. അപ്പോൾ എന്തായാലും ഇതാണ് സിനിമയെക്കുറിച്ചുള്ള പേഴ്സണൽ എൻ്റെ അഭിപ്രായം. എനിക്ക് ഈ സിനിമ വർക്കായി.
നിങ്ങൾ ആരും ഈ സിനിമ ഓൾറെഡി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴത്ത് പറയുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അല്ല എന്നുള്ളത്. എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.